എന്താണ് ഒരു വിലയിരുത്തൽ ഏത് രീതിയിലാണ്? എന്തായാലും വലിയ 10,000 മുകളിലേക്ക് വോട്ടിന്റെ ഭൂരിപക്ഷം ഇപ്പോൾ തന്നെ വന്നല്ലോ. എന്താണ് KPCCയുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നിലമ്പൂരിൽ ജനങ്ങൾ പ്രകടിപ്പിച്ചത്. UDF ആദ്യം മുതൽ തന്നെ ഇതൊരു രാഷ്ട്രീയ മത്സരമാണ്. കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ളൊരു ജനവിധിയാണ്. നിലമ്പൂരുകാർ പോളിംഗ് ബൂത്തിൽ പോകുന്നത് നിലമ്പൂരിന് വേണ്ടി മാത്രമല്ല, കേരളത്തിന് വേണ്ടി പൊതുവിലാണ് എന്നതായിരുന്നു ഞങ്ങളുടെ സന്ദേശം. ആ സന്ദേശം നിലമ്പൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ കൃത്യമായി ഏറ്റെടുത്തു. കേരള സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ളൊരു വിധിയെഴുത്ത് ഞങ്ങൾ ആഗ്രഹിച്ച രൂപത്തിൽ തന്നെ ശക്തമായൊരു വിധിയെഴുത്താണ് നിലമ്പൂർ ജനത നൽകിയത്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയുടെ തകർച്ച, വന്യമൃഗശല്യം, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി കടന്നാക്രമിച്ച് അധിക്ഷേപിച്ചത്, ഗവൺമെൻറ്റിൻ്റെ അഴിമതി, ഇതെല്ലാം തന്നെയാണ് ഞങ്ങൾ ഉയർത്തിയത്. ഇന്ന് ആശാ വർക്കർമാരുടെ സമരത്തെ സർക്കാർ പുച്ഛിച്ച് തള്ളുന്നത്, എന്നാൽ മറ്റ് പ്രബല വിഭാഗങ്ങൾക്ക് വലിയ ആനുകൂല്യങ്ങൾ വർദ്ധിച്ച് PSC ചെയർമാൻ്റെയും മെമ്പർമാരുടെയും ശമ്പളം വർദ്ധിപ്പിച്ചത്, മുഖ്യമന്ത്രിയുടെ PR ഏജൻസിക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് നൽകിയത്, ഇതെല്ലാം തന്നെയാണ് നിലമ്പൂരിൽ ഞങ്ങൾ ഉയർത്തിയത്. വന്യമൃഗ അക്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ വലിയ കെടുതികൾ, അതിനെ വനമന്ത്രി അവഗണനയോടെ ആ വിഷയത്തെ കൈകാര്യം ചെയ്ത രീതി, കാർഷിക മേഖല ഞാൻ ആദ്യമേ പറഞ്ഞു, യുവാക്കളുടെ തൊഴിലില്ലായ്മ, ഇതെല്ലാം അവിടെ ചർച്ച ചെയ്തു. അതിനെല്ലാം ജനങ്ങൾ UDF ഉയർത്തിയ പ്രതിഷേധത്തിൻ്റെ സ്വരം ഈ സർക്കാരിനെതിരെ ആഞ്ഞു വീശുന്നതിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു. UDFൻ്റെ സംസ്ഥാന നേതൃത്വം, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം, മുസ്ലിം ലീഗ് പാർട്ടിയുടെ എല്ലാവിധ സംഘടനാ സംവിധാനങ്ങളും, അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, മറ്റ് ജില്ലകളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, UDF നേതാക്കന്മാർ എല്ലാവരും ചേർന്ന്, പ്രവർത്തകരെല്ലാവരും ചേർന്നുള്ള ടീം വർക്കിൻ്റെ ഫലമാണ്, ഹാർഡ് വർക്കിൻ്റെ ഫലമാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഭൂരിപക്ഷം 10,000-നും 15,000-നും ഇടയിലായിരിക്കുമെന്ന് പറഞ്ഞു. അതേതാണ്ട് കൃത്യമായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾ വോട്ടർമാർക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. വോട്ടർമാർ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം, ജനാധിപത്യ മുന്നണിക്ക് നൽകിയ പിന്തുണ, അത് സംരക്ഷിക്കാൻ, അത് പരിപാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. കൂടുതൽ വിനയത്തോടെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ UDF കമ്മിറ്റഡ് ആണ്. അവിടുത്തെ ജനപ്രതിനിധിയും അതിന് തയ്യാറാകും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ വിജയത്തിൽ മുന്നണി പോരാളികളായ പ്രവർത്തകർക്കും നല്ലവരായ വോട്ടർമാർക്കും KPCCയുടെ പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. മുഖ്യമന്ത്രിയോടും CPM സംസ്ഥാന സെക്രട്ടറിയോടും എന്താണ് പറയാനുള്ളത്? ഇത് കണ്ടിട്ടെങ്കിലും പാഠം പഠിക്കണം. ജനവിധി കണ്ട് പാഠം പഠിക്കാൻ CPM നേതൃത്വവും കേരള ഗവൺമെൻറ്റും മനസ്സിലാക്കണം. ഗവൺമെൻറ്റിൻ്റെ പണക്കൊഴുപ്പിലാണ്, മുഖ്യമന്ത്രി തന്നെ ക്യാമ്പ് അടിച്ചുകൊണ്ടാണ്, മന്ത്രിമാരെല്ലാവരും വീടുവിടാന്തരം കയറിയിറങ്ങി മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പോലെ ഉണ്ടായിരുന്നു. അധികാര ദുർവിനിയോഗം, പണാധിപത്യം, ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ LDF പ്രകടിപ്പിച്ചു എങ്കിൽ പോലും ജനങ്ങൾ അവരെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ജനവിധി മാനിക്കാൻ LDF ഇനിയെങ്കിലും തയ്യാറാകണം. പിണറായിസത്തിനെതിരായ വിധിയെഴുത്ത് തന്നെയാണോ അവിടെ നടന്നത്? ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള ഒരു വിധിയെഴുത്താണ്. ഈ അൻവർ വലിയ രീതിയിൽ വോട്ട് അവിടെ പിടിച്ചിട്ടുണ്ട്, അത് UDFന്റെ വോട്ട് പോയിട്ടുണ്ടോ അതിലേക്ക്? അത് പരിശോധിക്കേണ്ട വിഷയമാണ്. അവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റിയാണ് ആരുടെ വോട്ടാണ് എന്നത് പരിശോധിക്കേണ്ടത്. അവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എനിക്കത് മനസ്സിലായില്ല. ഞാനത് കേവലം ഇൻഡിവിജ്വലായിട്ട് ആരുടെയും വിഷയം കാണുന്നില്ല. ഞാൻ സർക്കാരിനെയാണ്. അതിൻ്റെ തലപ്പത്ത് നിൽക്കുമ്പോൾ പിണറായി വിജയൻ, അത്രയും. ആരൊക്കെ കൂടുന്നു UDFന്റെ കൂടെ, ആരൊക്കെ കൂടുന്നു, അതെല്ലാം ചരിത്ര ഭൂരിപക്ഷം തന്നെയല്ലേ നിലമ്പൂരിൽ. ഇത് 15,000-ഓളം. അതൊക്കെ ആ സമയത്ത് ആലോചിക്കും. ആരാ പ്രതീക്ഷിച്ച? ഞാൻ പറഞ്ഞത്, ഞാൻ ഇവിടുത്തെ പത്രക്കാരുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ 10,000 ആരൊക്കെ ഉണ്ടായിരുന്നു? കുറെ ആൾക്കാരും കൂടെ ജനിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം സംഭവിക്കുമായിരുന്നു? ഈ വാതിൽ നേരത്തെ പറഞ്ഞല്ലോ, വാതിൽ അടച്ചിട്ടില്ല. അത് ഞാൻ ജനറലായിട്ട്, നിങ്ങൾക്ക് തെറ്റിദ്ധരിച്ചതാ. നിങ്ങൾ ചില ആൾ കൊടുത്താ, ഞാൻ ജനറലായിട്ട് പറഞ്ഞതാ. അടച്ചിട്ട് തന്നെയാണോ ഉള്ളത്? Now it is closed. തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആലോചിച്ച സമയത്ത് ആലോചിക്കും. നേരത്തെ അങ്ങനെയല്ല പറഞ്ഞത്, താക്കോല് കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാ, നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച. ഞാൻ പറഞ്ഞത് എന്താണ്? Now it is closed എന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണ്? We will discuss and decide എന്നാണ് പറഞ്ഞത്. അതിനോടൊപ്പം മുട്ടുപിൻ തുറക്കപ്പെടുന്നു. അത് ഞാൻ പറഞ്ഞു.
അതൊക്കെ 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 രാഷ്ട്രീയത്തിലെ ഇനി മുട്ടാൻ അതൊക്കെ 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 രാഷ്ട്രീയത്തിലെ അടവ് നയങ്ങൾ അത്രയേ ഉള്ളൂ. അൻവറിന് മുന്നിൽ ഇനി ആ സാധ്യത തുറന്നു വെക്കുന്നുണ്ട്. ഡിപ്പെൻസ് അപ്പോൺ ഡെവലപ്മെന്റ്സ്. അടുത്ത 2026 അൻവർ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ നല്ലത് എന്ന് പറയാൻ പറ്റില്ല. 2026 പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാനൊരു അത്തരത്തിൽ പ്രെഡിക്റ്റ് ചെയ്യുന്ന ജോത്സ്യനല്ല. ഏതായാലും അൻവറിനെ ഒഴിവാക്കിയത് നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? അൻവർ ഇല്ലാണ്ട് തന്നെ UDF ഒറ്റയ്ക്ക് ജയിച്ചു, അതാണ് മനസ്സിലാക്കേണ്ടത്. UDF ഒറ്റയ്ക്ക് ജയിച്ചു, അഭിമാനകരമായ ഭൂരിപക്ഷത്തിൽ UDF ജയിച്ചു. ഞങ്ങൾ പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തിൽ UDF ജയിച്ചു. അതിന് ഞാൻ വോട്ടർമാർക്ക് നന്ദി പറയുന്നു. മാധ്യമ സുഹൃത്തുക്കൾക്കും പ്രത്യേകമായ നന്ദി പറയുന്നു. അൻവർ ഉണ്ടായിരുന്നെങ്കിൽ ആ ക്രെഡിറ്റ് അൻവർ കൊണ്ടുപോകുമായിരുന്നു. താങ്കൾ KPCC പ്രസിഡന്റായ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ആ വിജയത്തിന്റെ ഒരു പങ്ക് താങ്കൾ കൂടി അർഹതപ്പെട്ടത്. ഇല്ലില്ല, എനിക്ക് പ്രത്യേക പങ്കൊന്നുമില്ല. ദിസ് ഈസ് ദ റിസൾട്ട് ഓഫ് ടീം വർക്ക്. ദിസ് ഈസ് ദ റിസൾട്ട് ഓഫ് ഹാർഡ് വർക്ക്. പ്രതിപക്ഷം കേരളത്തിൽ ശക്തമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ശക്തമായ നേതൃനിരയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. എവരിബഡി വാസ് ദെയർ. കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റി, മുസ്ലിം ലീഗിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി, വാർഡ് കമ്മിറ്റി മുതൽ മുതിർന്ന നേതാക്കന്മാർ, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള എല്ലാവരും അവിടെ സുസജ്ജരായിരുന്നു. ഞങ്ങളുടെ ടീം വർക്കിൻ്റെ വിജയമാണ്, ഇൻഡിവിജ്വലി എൻ്റെ വിജയമല്ല. പ്രസിഡന്റ്, ഒറ്റയ്ക്ക് നിന്നാൽ ഇതിലും വലിയ മികച്ച വിജയം നേടാൻ വേണ്ടി കഴിയുമെന്നുള്ള പാഠമാണോ കോൺഗ്രസിന് UDF? ഒറ്റയ്ക്ക് ഒരിക്കലും കോൺഗ്രസ് നിൽക്കാറില്ല. UDF അല്ലേ ഒറ്റക്കെട്ട് തന്നെ. അതൊക്കെ ജനറൽ സ്റ്റേറ്റ്മെന്റാ. ഐകമത്യ മഹാബലം എന്നൊക്കെ പ്രസ്താവന നടത്താം. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഗുണം ചെയ്തിട്ടുണ്ടോ? താങ്ക് യു ഓൾ.